വിവരവിനിമയ സാങ്കേതികവിദ്യ കളിപ്പെട്ടി 3-ാം ക്ലാസ്സിലെ 1-ാമത്തെ അധ്യായം. ഏതു വണ്ടി? നമുക്ക് പോവേണ്ട വണ്ടി എങ്ങനെയാണ് തിരിച്ചറിയുക? തീവണ്ടികൾ തിരിച്ചറിയാനുള്ള ഒരു ഗെയിമായാലോ? കളിപ്പെട്ടി തുറന്നു നോക്കൂ. ടെക്സ്റ്റ് ബുക്കിൽ കളിപ്പെട്ടിയിലുള്ള ഈ തീവണ്ടിയെ ഓർത്തെടുക്കാമെന്നുള്ള ഗെയിം എങ്ങനെ തുറക്കാമെന്ന് പറയുന്നുണ്ട്. Gcombrase തുറക്കുന്നു. ഈ ടെക്സ്റ്റിലുള്ള ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് യുക്തി എന്ന വിഭാഗത്തിൽ നിന്ന് തീവണ്ടിയെ ഓർത്തെടുക്കാം എന്ന ഗെയിമാണ് നമുക്ക് തുറക്കേണ്ടത്. ഇവിടെ ആ ഗെയിമിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. തീവണ്ടി കണ്ടെത്തി മുകളിലേക്ക് വലിച്ചിട്ട ശേഷം ഓക്കെയിൽ അമർത്തിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ തീവണ്ടി കാണിക്കും. അവിടേക്ക് നമ്മൾ കണ്ട തീവണ്ടിയെ മാറ്റിയിടുകയാണ് വേണ്ടത്. അതുപോലെ താഴെയുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് വണ്ടിയാണ് അവിടെ വന്നത് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കാണാം. അതൊരു ഹിൻ്റാണ്. നമുക്കൊന്ന് Gcombrase തുറന്ന് ഈ ഗെയിം ഒന്ന് നോക്കാം. ഇതാണ് 22.04ൻ്റെ ഡെസ്ക്ടോപ്പ്. ഇവിടെ നമ്മളെ കീബോർഡിലുള്ള സൂപ്പർ കീ അമർത്തുന്ന സമയത്ത് നമ്മൾ തുറന്നു വെച്ചിട്ടുള്ള വിൻഡോകൾ കാണാം. സൂപ്പർ കീ അമർത്തിയതിന് ശേഷം GC എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ Gcombrase എന്ന് വന്നത് കാണാം. ഈ Gcombraseൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് Gcombrase സോഫ്റ്റ്വെയർ തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകളിലുള്ള ഈ രണ്ടാമത്തെ ഈ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ യുക്തി എന്ന വിഭാഗത്തിൽ നിന്ന് തീവണ്ടിയെ ഓർത്തെടുക്കാം എന്ന ഗെയിമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. തീവണ്ടി നന്നായി നിരീക്ഷിച്ച് തന്നിരിക്കുന്ന ഇനങ്ങളിൽ ക്ലിക്ക് ചെയ്ത് അതുപോലുള്ള ഒരു തീവണ്ടി ക്രമീകരിക്കൂ. ഇവിടെ കൃത്യമായിട്ടുള്ള തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്തത് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു നിർദ്ദേശം കാണാം. മാതൃക മറന്നു പോവുകയാണെങ്കിൽ വീണ്ടും കാണാനായി സൂചനാ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഇതാണ് സൂചനാ ബട്ടൺ. തുടങ്ങാം, ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ട്രെയിൻ മുന്നോട്ട് നീങ്ങി. ഇത് ഏതാണ് നമ്മൾ മുന്നോട്ട് പോയ ട്രെയിൻ എന്ന് മനസ്സിലാക്കിയതാ. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്കിവിടെ കൊണ്ടുവന്ന് വെക്കാം. ഇത് ശരിയാണോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഓക്കെ ക്ലിക്ക് ചെയ്യുക. സൂപ്പർ. അപ്പോൾ നമ്മൾ നൽകിയത് ശരിയാണ്. ഇനി മറ്റൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. വീണ്ടും ഓക്കെ കൊടുക്കാം. സൂപ്പർ. ട്രെയിൻ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതിലേത് ട്രെയിനാണെന്ന് സംശയമുണ്ടെങ്കിൽ നമുക്ക് ഈ ഹിൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഹിൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വീണ്ടും നമുക്കത് കാണാം. വീണ്ടും ഇതിൽ തന്നെ തിരിച്ച് ക്ലിക്ക് ചെയ്യാം. ഇതേപോലെ കൃത്യമായിട്ട് ഇത് ചേർത്ത് വെക്കാം. ഓക്കെ കൊടുക്കാം. കൃത്യം. ഇപ്പോൾ ഒരു ലെവൽ കഴിഞ്ഞ് രണ്ടാമത്തെ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഓരോ ലെവലിലും 3 വീതമാണുള്ളത്. ഇതാ ക്ലിക്ക് ചെയ്ത് വെച്ചു. ഓക്കെ കൊടുക്കാം. സൂപ്പർ. വീണ്ടും അടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ഇതാണ് അവിടെ വന്നിട്ടുള്ളത്. നമ്മൾ തെറ്റായിട്ടൊന്ന് നൽകിയാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം പരിശോധിക്കൂ. ഉത്തരം വീണ്ടും പരിശോധിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ളത് തന്നെ വെക്കാം. ഓക്കെ കൊടുക്കാം. കൃത്യം. നമുക്ക് കൃത്യമായിട്ട് തന്നെ വെക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ കൊടുക്കാം. സൂപ്പർ. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ കഴിഞ്ഞ് 3-ാമത്തെ സ്റ്റേജ് എത്തുന്നത് മുതൽ ഒന്നിൽ കൂടുതൽ ബോഗികളായിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. വീണ്ടും 4-ാമത്തെ സ്റ്റേജ് എത്തുമ്പോൾ വീണ്ടും ഇതുപോലെ 2 ബോഗികൾ. 5-ാമത്തെ ലെവൽ എത്തുമ്പോൾ 3 ബോഗികളാണ്. ഉദാഹരണത്തിന് നമുക്ക് ഈ ഗെയിം ഒന്ന് നോക്കാം. ഇതാണ് 1. ഇനി നമുക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് ഈ ഹിൻഡിൽ ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഒരെണ്ണം.
ഇത്രയും വെച്ചതിന് ശേഷം ശരിയാണോ നമുക്ക് ഒന്നുകൂടെ ഉറപ്പുവരുത്താം. ഈ ഹിൻഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഒന്നാന്തരം. ഇത്തരത്തിൽ ഇതിൽ 10 ലെവലുകളാണ് ഉള്ളത്. 9 കഴിഞ്ഞ് ലാസ്റ്റ് 10 ലെവലാണ്. 10 ലെവൽ എത്തുമ്പോഴേക്കും 5 ബോഗി വരെ നമുക്ക് കാണാം. ഓരോ ലെവലിലും 3 ഗെയിമുകളാണുള്ളത്. നമുക്ക് ഹിൻഡ് ഉപയോഗിച്ച് തന്നെ ഇത് ചെയ്യാം. ഈ ബോഗി ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള തന്നെ നൽകാം. ചെക്ക് ചെയ്ത് നോക്കാം. ഉത്തരം പരിശോധിക്കൂ. ഇതിൽ തെറ്റായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഈ ബോഗിയാണ് മാറിയിട്ടുള്ളത്. പകരം നൽകേണ്ടത് ഈ ബോഗിയാണ്. ഓക്കെ നോക്കാം. ഗംഭീരം. അപ്പോൾ ഇത്തരത്തിൽ 10 ലെവൽ, ഓരോ ലെവലിലും 3 ഗെയിം വീതം നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ചോദ്യത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കാണാം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഹിൻഡും ലഭിക്കും. ലെവലുകൾ മാറുന്നതിന് വേണ്ടി ആരോ കീകൾ ഉപയോഗിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഹോമിലേക്കും തിരിച്ച് ഈ സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുറത്തേക്കും നമുക്ക് പോകാം.